ലച്ചൂസേ ഇത് ഇന്നെങ്ങാനും എത്തുമോ? കുറെ നേരമായി നടപ്പ് തുടങ്ങിയിട്ട്. ഇപ്പൊ എത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരം എന്നാ പറഞ്ഞേ. ഞാൻ നിന്റെ അടുത്ത് അപ്പഴേ പറഞ്ഞല്ലേ കേശു ഒന്ന് വണ്ടി കൊടുത്തു വിടണ്ടാന്ന്. അവൻ വണ്ടിയായിട്ട് പോട്ടേ, കോളേജിൽ ഇച്ചിരി ഷൈനൊക്കെ ചെയ്യട്ടെ. നിനക്കെന്താ? എനിക്കൊന്നുമില്ല. എന്താ പിന്നെ വാ, നമുക്കല്ല പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് റോട്ടിൽ കൂടെ നടക്കാം. പാട്ടൊക്കെ പാടി പോ. എന്നാ പിന്നെ ഒരു പാട്ട് പാട്. പാട്ട് പാടണോ? എന്റെ എല്ലാം എല്ലാം അല്ല ആണെങ്കിൽ എനിക്കത് കേക്കണ്ട. ആണോ? എനിക്കതല്ലേ അറിയുള്ളൂ. നീ വാ. നമ്മുടെ സ്ഥലം ഇവിടെയാണോ? ഓക്കേ. ലച്ചു നീ കേറിക്കോ. നിനക്കെന്താ പാസലിൽ കയറുന്നാണോ? അല്ല വേറൊന്നും അല്ല, ഞാൻ അകത്ത് വന്ന മൊത്തം പോസ്റ്റ് ആയിരിക്കും. പോസ്റ്റ് ഒന്നുമില്ല, നമുക്കൊരു ഫേഷ്യലൊക്കെ ചെയ്ത് അവിടെ ഇരിക്കാന്നേ. വാ. ഞാൻ ഫേഷ്യൽ ചെയ്യാനോ? അതിനിപ്പെന്താ? ലച്ചു ഞാൻ ഈ ബാഹ്യ സൗന്ദര്യത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. ഞാനും അങ്ങനത്തെ ഒരാളാ. പിന്നെ വല്ലപ്പോഴും തവലൊക്കെ ചെയ്യുന്നത് നല്ലതല്ലേ? നമുക്ക് മറ്റേ ഫ്രൂട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് നമുക്കൊരു പിടിയൊക്കെ പിടിക്കാം. ബാ. ഫ്രൂട്ട് ഫേഷ്യൽ അല്ലേ? വേണ്ട വേണ്ടാത്തണ്ട. ലച്ചൂസിന് എത്ര ടൈം എടുക്കും ഇവിടെ? അത് പറ. എനിക്ക് ഇവിടെ ഒരു 1.5-2 മണിക്കൂർ പിടിക്കുമായിരിക്കും. 2 മണിക്കൂറോ? പിന്നെ ത്രെഡ് ചെയ്യണം, ഫേഷ്യൽ ചെയ്യണം, ക്ലീനപ്പ് ചെയ്യണം, ഹോട്ടൽ മസാജ് ചെയ്യണം, ഹെയർ സ്പാ ചെയ്യണം, പറ്റുവാണെങ്കിൽ ഹെയർ കളർ കൂടെ ചെയ്യണം. ഓ ഇത്രയും ചെയ്യണം അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് എന്റെ പൈസയൊക്കെ ചെലവാക്കാനുള്ളതാണല്ലോ. എന്നാ പിന്നെ കാർഡ് കൂടെ താ. ഞാൻ തന്നോളാം. നീ അതിന് ചെല്ല്. പെട്ടെന്ന് വരണേ. പെട്ടെന്ന് വരലൊന്നും നടക്കുമൊന്നുമില്ല. നിനക്ക് ബോറടിക്കുവാണെങ്കിൽ നീ അകത്തേക്ക് വന്നാൽ നമുക്ക് ഫേഷ്യൽ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. എനിക്ക് 1-2 പേര് വിളിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് വേറൊരു പാർലർ ഉണ്ട്. അവിടെ ഫേഷ്യൽ ചെയ്യണോ? ഐസ്ക്രീം പാർലർടാ. ഐസ്ക്രീം ഫേഷ്യൽ ഉണ്ടോ? ഒന്നുമില്ല, നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോവാ. ഓക്കെ പെട്ടെന്ന് പറഞ്ഞേ. അളിയാ കാലിക്കറ്റ് വരണമെന്ന് ആഗ്രഹം ഉണ്ടളിയാ. അത് നമുക്ക് ഒരു ദിവസം പിടിക്കാം. ഞാൻ ഇവിടെ കുറച്ച് പോസ്റ്റ് പരിപാടികളിൽ ഇൻവോൾഡാ. പിന്നെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ? കാലിക്കറ്റാണോ? കാലിക്കറ്റ് ഞാൻ ഒരു ദിവസം ഇറങ്ങാം. ഇവിടുത്തെ തിരക്കൊക്കെ ആയിട്ട്. എടാ കൃഷ്ണകുമാർ, ചിറുക്ക് കൃഷ്ണകുമാർ. ഞാൻ വിളിക്കാം. എന്റെ സ്റ്റാൻഡ് എവിടെ? അളിയാ അളിയാ ഇല്ല കൊല്ലത്തില്ല. വന്നേ ചോദിക്കട്ടെ, നീ എന്തുവാടാ ഇത്? താടിയൊക്കെ വെച്ച് ആകെ മാറിപ്പോയല്ലോ. പ്രായമായിക്കൊണ്ടിരിക്കല്ലേ? അത് ശരിയാ, പ്രായമായി. നീ എന്താ ഇവിടെ? ഇറക്കെ പോട്ടെ. നീ എന്താ ഇവിടെ? എടാ ഞാൻ ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി വഴിയാ. ഷോപ്പോ? ആളിയാ. നീ നടത്തുന്നോ? അപ്പൊ മൊയിലാളിയാ. മൊയിലാളി എന്ന് പറഞ്ഞാൽ എത്ര എംപ്ലോയീസ് ഉണ്ട്? 4 പേരാണല്ലോ. എന്താടാ മൊയിലാളി തന്നെയല്ലേ? മുതലാളിയൊക്കെ തന്നെ, പക്ഷെ ഞാനവന്മാരുടെ തൊഴിലാളി അവരുടെ ഇടക്ക് കളിയാ, വേറെ വഴിയില്ല. എന്നാലും നിനക്ക് വന്ന മാറ്റങ്ങളെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ എന്തോരം ഗുരുത്തൊക്കെയാണ് ഒപ്പിച്ചേക്കുന്നത്. അളിയ അത് മാത്രം നീ മറന്നിട്ടില്ലല്ലേ? അതൊന്നും മറക്കില്ല. മനു ദീപക്കൊക്കെ എവിടെ ഉണ്ട്? അവന്മാരൊക്കെ വിളിക്കാറുണ്ട്. നീ വിളിക്കാറില്ലേ അവന്മാരെ? കുറച്ചായിട്ട് കോണ്ടാക്ട് ഇല്ല. എല്ലാരും ഒന്ന് വിളിക്കണം, ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യണം. അളിയ ഇത് ഞാനിവിടെ ചിന്തിക്കാറുണ്ട്. നീ ഇപ്പൊ ബിസിയാണോ? ബിസി ആണെന്ന് വെച്ചാ ബിസിയാണ്, പക്ഷെ നിന്നെ കണ്ടപ്പോ എല്ലാ ബിസിയും മാറി. പിന്നെ അല്ല എന്നൊരു കാര്യം ചെയ്താലോ, നമുക്കൊന്ന് പുറത്തോട്ട് പോയി കറങ്ങിട്ട് വന്നാലോ? പഴയ വൈബൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ. പിടിക്കണം. എങ്ങോട്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ഓക്കെ. പഴയ വൈബൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാനേ. വണ്ടിയാണോ സൂക്ഷിച്ചു. എന്തായിരുന്നല്ലേ എന്നുള്ള കാലമൊക്കെ. ഇനി അതുപോലത്തെ ടൈം വരുമോ എന്നുള്ളതാണ്. ഇതാണ് വീട്. നീ ഇത്ര വലിയ സെറ്റപ്പ് ആയിരുന്നു? സെറ്റപ്പാ? എടാ ഇതിന്റെ വൈഫ് ഹൗസാ. വൈഫ് റിച്ച് അല്ലേ? പോയടാ. അന്ന് ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കൂടെ പഠിച്ച മൈഥിലി ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? ഇതൊക്കെ വിട്ടില്ലേ? പറ. കോണ്ടാക്ട് ഉണ്ടോന്ന് ചോദിച്ചാ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, പക്ഷെ റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ലടാ. വാട്സപ്പിൽ നീ മെസ്സേജ് അയക്കുന്നുണ്ട്, വെറുതെ അല്ല നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയേ. അത് നീ കണ്ടാ? അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എടാ എന്താണ് വന്നതല്ലേ? വാ അകത്തുനിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോ. അളിയാ സമയമില്ല, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ചായ കുടിച്ചിട്ട് പോടാ. എടാ കടയിൽ നല്ല തിരക്കാണ്, നിനക്ക് അറിയില്ല. ഞാൻ നിനക്ക് വേണ്ടിട്ട് ഞാൻ ഇപ്പൊ ഇവിടം വരെ വന്നത്. ഞാൻ വേറെ ഒരു ദിവസം വരാം അളിയാ. ഒരു വട്ടം കൂടെ നിർബന്ധിക്കും? അളിയാ നിർബന്ധിക്കല്ലേ അളിയാ, വന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു ദിവസം വരാം, എന്തായാലും വരാം. ഓക്കെ. ഓക്കെ. ഓക്കെടാ.
നമ്മളിനിയും കാണണം. തീർച്ചയായിട്ടും. പിന്നെ കാണൂലല്ലോ, ഇത് എന്ത് വർത്താനാണത്? വല്ലടാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴേ എന്താന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം. ഈടാ എനിക്കും അതെ, എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റണില്ല. പക്ഷെ ഇപ്പൊ കടയിൽ തിരക്കായോണ്ടാണ്. ഒരു കുഴപ്പമില്ല. അല്ലെ എന്തായാലും ഞാൻ നിന്റെ കൂടെ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകുള്ളായിരുന്നു. ഒരു കുഴപ്പമില്ല. എന്തായാലും ഒരു വരും കേട്ടാ. ആടാ, ഉറപ്പായിട്ടും. ചെല്ലട്ടാ, ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും അത് വേണം, അത് എന്തായാലും വേണം. അത് അപ്പൊ എന്തായാലും കാണാം. വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചു പറ. തീർച്ചയായിട്ടും പറയാടാ. ഓക്കെ, വാടാ. വാടാ. ഓക്കെ. ഹലോ, എപ്പ എത്തി? എന്താ ആലോചിച്ചിങ്ങനെ ഇരിക്കണേ? ഒന്നും പറയണ്ട മൈ, ഞാൻ കുറച്ചു നേരത്തേക്ക് സ്കൂൾ കാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയി നൊസ്റ്റാൾജിക് ആയതാ. അതെന്ത് പെട്ടെന്ന് അങ്ങനെ? എന്റെ കൂടെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് പഠിച്ച എന്റെ ബെസ്റ്റ് ബഡ്ഡി കിർക്ക് കൃഷ്ണകുമാറിനെ ഞാൻ കണ്ടു യാദൃശികമായിട്ട്. അപ്പൊ പഴയ ഓർമ്മകളൊക്കെ സംസാരിച്ച് പഴയ ഫീലിലേക്ക് അങ്ങ് പോയി. എന്ത് രസമായിരുന്നു അറിയോ? ഓ, അടിപൊളിയായിരുന്നു. ഒരു ടൈം മെഷീൻ കിട്ടുമായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ബാക്കിലേക്കൊക്കെ ഒന്ന് പോവായിരുന്നു. എന്തൊരു ഫ്രണ്ട് എവിടെ? അവനിപ്പോ എന്നെ കൊണ്ടാക്കിട്ട് തിരിച്ചു പോയി. ഓടിവാടി. അമ്മ എവിടെ? അമ്മ എവിടെന്നാ? നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ ബ്യൂട്ടി പാർലറിൽ പോയേ? ലച്ചു എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയാ? ലച്ചു പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ രണ്ടും കൂടെ ഷോപ്പിങ്ങിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞായിരുന്നല്ലേ? അതെ 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 അതെ. അമ്മ അയ്യോ, ലെറ്റസ് ബ്യൂട്ടി പാർലറിൽ ഞാനായിട്ട് ഒരുമിച്ചാണല്ലോ പോയത്. അപ്പം അവളെന്റെ അടുത്ത് പറഞ്ഞൊരു 1.5 മണിക്കൂർ ഫേഷ്യൽ ചെയ്യാനൊക്കെ എടുക്കുമെന്ന്. അപ്പൊ നമുക്ക് അറിയാലോ ബ്യൂട്ടി പാർലറിന്റെ പരിപാടി 2-2.5 മണിക്കൂർ വരെ പോയേക്കുമെന്ന്. അപ്പൊ ഞാനിങ്ങനെ വന്നതാ. ഫ്രണ്ടിനെ ഞാൻ ബ്യൂട്ടി പാർലറിന്റെ ഫ്രണ്ട് വെച്ച് കണ്ടു. അവളെ വിളിക്കുമ്പോ പോയാ മതി. ഇനി அப்படினா சித்து உள்ள வா, ஸ்ட்ராங்கா டீ குடிச்சிட்டு போலாம். വേണ്ട വേണ്ട വേണ്ട, ടീ ഇറങ്ങത്തില്ല. പോണം 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 പോണം. കോള് വരും. പോവാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ അവിടെ ബോറടിച്ചിരുന്നപ്പോ വന്നതല്ലേ പോസ്റ്റ്. അയ്യോ, ലച്ചു വിളിക്കുന്നു. അല്ലല്ല, ഹായ് ലച്ചു വിളിക്കുന്നു പറഞ്ഞതാ. ലച്ചു വിളിക്കുന്നെങ്കിൽ ഫോൺ എടുക്ക സിദ്ധു. ഫോൺ എടുക്കട്ടെ. ഫോൺ എടുത്ത് കഴിഞ്ഞാൽ വെറുതെ അവളെ സംസാരിച്ചുകൊണ്ടിരിക്കാനൊക്കെ പറയും. ഞാനത് അങ്ങോട്ട് പോട്ടെ. പോട്ടെ. നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോலாம். നാരങ്ങ വെള്ളം വേണ്ട, എനിക്ക് പോണം. പോയിട്ട് വരാം. ലച്ചുവിനെ കൂട്ടി വരാം. ഇവനെന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെട്ടോടുന്നേ? அதுதாம்மா எனக்கும் புரியவே மாட்டேங்கிறது. ലച്ചും സിദ്ധും കൂടെ അല്ലായിരുന്നു അങ്ങോട്ട് പോയേ? ஆமா. പിന്നെന്തിനാ അവനിപ്പോ ഇങ്ങോട്ട് വന്നേ? അത് ഫ്രണ്ടിന്റെ കൂടെ വന്നെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെന്തിനാ ഇപ്പൊ അവൻ അങ്ങോട്ട് പോയേ? അയ്യോ, അത് ലച്ചുവിനെ വിളിക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ ലച്ചുവിനെ വിളിക്കാൻ സിദ്ധു ഇപ്പം പോയി. ഫ്രണ്ടിന്റെ കൂടെ സിദ്ധു ഇങ്ങോട്ട് വന്ന്, അത്രേ ഉള്ളൂ. എന്നാ പിന്നെ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നാ പോരായിരുന്നു? അമ്മ ഫ്രണ്ടിനെ കണ്ടപ്പോ സിദ്ധു ഫ്രണ്ടിന്റെ കൂടെ ഇങ്ങ് വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. எனக்கும் ஒண்ணும் புரியலம்மா. ഫ്രണ്ടിനെ കണ്ടപ്പോ ബ്യൂട്ടി പാർലർ ഇരിക്കുന്ന ലച്ചുവിനെ മറന്നു അവൾ അറിഞ്ഞു കഴിഞ്ഞാ കൊല്ലു എന്നെ.